ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ 2 ദിവസം മുന്നേ നമ്മളെ മദ്രസയിലൊരു ഉസ്താദ് പറയുന്നു പ്രസംഗിക്കാനായിട്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, അത് ഒത്തിരി സാധാരണ എല്ലാവരും വന്നു കഴിഞ്ഞാൽ അറബിയിലല്ലേ പ്രാർത്ഥിക്കുക. ഈ പുള്ളി മലയാളത്തിലാണ് കേട്ടോ പ്രാർത്ഥിച്ച്. നമുക്കെല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ആകണമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എന്തായാലും മൂപ്പരെ പ്രാർത്ഥനകളൊന്ന് കേട്ടോക്കെ, ഒന്ന് ആമീൻ പറഞ്ഞാലിട്ട് എല്ലാവരും. നമ്മുടെ പ്രിയപ്പെട്ട അള്ളാഹു മകനെ ആര്യമാക്കിയ മകൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിൻ്റെയും ആ ഉമ്മയുടെ കബറിടത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അർഹമായ അള്ളാഹു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, മാലിക്കുൽ മുൽക്കായ അല്ലാഹ്, പടച്ചറബേ ഞങ്ങളുടെ മജ്ലിസിനെ കബൂലാക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹുവേ. ഇത്രയും നേരം എവിടെയിലെയോ ഓരോരുത്തരുടെ മനസ്സിന്റെ ഉള്ളിൽ നൂറുനൂറുന്ന പ്രയാസങ്ങളുണ്ട് പടച്ചറബേ അല്ലാഹ്. എല്ലാവരുടെ പ്രയാസങ്ങളെയും മാറ്റണേ അല്ലാഹ്. എല്ലാവരുടെ സങ്കടങ്ങളെയും മാറ്റണേ അല്ലാഹ്. എല്ലാവരുടെ ദുഃഖങ്ങളെയും മാറ്റണേ അല്ലാഹ്. എല്ലാവരുടെ ആലാപനങ്ങളെയും മാറ്റണേ അല്ലാഹ്. കണ്ടക്കടലായ റബ്ബേ, ഇവിടെ ഞങ്ങളിൽ എത്തുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പടച്ചവനെ, ഒരുപാട് പാപങ്ങൾ ഞങ്ങൾ ചെയ്തറിയാം. ഞങ്ങളുടെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, കൈകൊണ്ട്, കൽബുകൊണ്ട്, കാലുകൊണ്ട് ആയിരക്കണക്കാന പാപങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് റബ്ബേ. നീ ഗഫൂറുർ റഹീമാണ് റബ്ബേ. നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്. ഇവിടെ 1000 പറഞ്ഞവരുണ്ട്, 10,000 പറഞ്ഞവരുണ്ട്, 3000 പറഞ്ഞവരുണ്ട്, 2000 പറഞ്ഞവരുണ്ട്. ഒരുപാട് അല്ലാഹുവേ പേര് കൊടുത്തുള്ളവരുണ്ട്. അല്ലാഹു എല്ലാവരുടെ സദസ്സിലും ബർക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അതിനെ സഹായിച്ചവരെ സ്വീകരിക്കണേ അല്ലാഹ്. ഭക്ഷണം കൊടുത്തവരെ പോലാക്കണേ അല്ലാഹ്. ഒരു വാസ്വാസാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട് റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവോട് ഒരുപാട് മക്കളുടെ കഥ പറഞ്ഞവരുണ്ട്, മക്കളുടെ വേദനകൾ പറഞ്ഞവരുണ്ട്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറകത്ത് കൊണ്ട് അല്ലാഹുവേ ആ മക്കളുടെ കടകളിൽ ശിഫ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മരിക്കുന്നത് വരെ കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ റബ്ബേ. അല്ലാഹ് ഞങ്ങളുടെ അവയവങ്ങൾ കീറി മുറിക്കുന്ന അവസ്ഥ തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളെ പിറന്ന മക്കളെ പെട്ടെന്ന് നീ കൊണ്ടുപോകല്ലേ റബ്ബേ. എത്രയോ മക്കൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ അല്ലാഹുവേ ശരീരത്തിന്റെ പല ഭാഗത്തുകൂടെ വായിലൂടെ ഉടക്കിലൂടെ പെട്ടിട്ട് ഉമ്മാ വേദനിക്കുന്നുമ്മാ എന്ന് പറഞ്ഞു കിടക്കുന്ന മക്കളുടെ പടച്ചോനെ, കരുണക്കടലായ അല്ലാഹ്, ആ മക്കളുടെ രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ അല്ലാഹ്. സങ്കടങ്ങളെ മാറ്റണേ അല്ലാഹ്. ആത്മസംബന്ധമായ മക്കൾ ഇവിടെയുണ്ട് അല്ലാഹുവേ. മാതാവിനും പിതാവിനും ആ മക്കളുടെ രോഗം മാറിയുള്ള സന്തോഷവാർത്ത അറിയിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പലരുടെയും പ്രിയപ്പെട്ട ഉമ്മമാരെ ഭർത്താക്കന്മാർ, നമ്മുടെ ആൺമക്കൾ പലരും പ്രവാസികളാണ്, അവിടെ വല്ലാത്ത പ്രയാസങ്ങളാണ്. അല്ലാഹുവേ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. സങ്കടങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. നൊമ്പരങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പല ഖബറിലാണ് പടച്ചോനെ. യാ അല്ലാഹ്, അവരുടെ ഖബറിന്റെ അവസ്ഥ അറിയൂല റബ്ബേ. നീ അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ
പൊന്നുമ്മ കബറിലാണ് റബ്ബേ, ഞങ്ങളുടെ പലരുടെയും ഉപ്പമാര് കബറിലാണ്. യാ അല്ലാഹ്, അവരുടെ കബർ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. നേരം നോക്കാതെ മലക്കുകളെ കൊടുക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെപ്പോഴാണ് മരിക്കുന്നത് എന്നറിയില്ല. എപ്പം മരിച്ചാലും ആദ്യമതിനാക്കി തരണേ അല്ലാഹ്. ഒരപകടത്തിലും പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, പ്രിയപ്പെട്ട ഒരുപാട് പ്രവാസികളും ഭാര്യയോടും മക്കളോട് സലാം പറഞ്ഞ് പുന്നാരവരവയോട് സലാം പറഞ്ഞ് കവിൽത്തളത്തിൽ മൊത്തം കൊടുത്ത് പ്രവാസ പോയതാണ്. യാ അല്ലാഹ്, തിരിച്ചു വരുന്നത് ചതചതന ശരീരങ്ങളായി ഒരു പെട്ടിക്കുള്ളിലാക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങളെ കരയിപ്പിക്കല്ലേ അല്ലാഹ്. അത് താങ്കളുടെ മനക്കത്തില്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നല്ല മക്കളാക്കി തരണേ അല്ലാഹ്. അല്ലാഹ്, മരണപ്പെടുമ്പോഴും മരണപ്പെടുമ്പോഴും റബ്ബേ, അവരവരുടെ കബറിൽ വെച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത മക്കളാക്കല്ലേ അല്ലാഹ്. ഉമ്മാന്റെ വാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കുന്ന മയ്യത്ത് കുളിപ്പിക്കുന്ന ദുആരക്കുന്ന മക്കളാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹ്, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ഉമ്മമാരെയും സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ ഭർത്താക്കന്മാർ ഏത് ജോലിയിലാണ് അവർ കടകട പോകുന്നത്, ആ ജോലികളിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ അവർ സാധുക്കളാണ് റബ്ബേ. സ്കൂൾ തുറന്നാൽ അവർക്ക് ജോലി കൂടുതലാണ് റബ്ബേ. നേരം വെളുത്തവർ നിരിക്കാൻ ഒരു സമയമില്ലാത്തവരാണ് റബ്ബേ. അവരുടെ കൈകാലുകൾക്ക് ആരോഗ്യം കൊടുക്കണേ റബ്ബേ. അവരുടെ കൈകാലുകൾക്ക് ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളും സങ്കടങ്ങളും കൊടുത്തിട്ട് പാവങ്ങളെ കടത്തിക്കളയല്ലേ റബ്ബേ. അല്ലാഹുവേ, പ്രിയപ്പെട്ട പല ആളുകളും ദുആ വസിയത്ത് ചെയ്തവരും സ്വീകരിക്കണേ റഹ്മാനേ. പ്രിയപ്പെട്ട അബ്ബാസ് പൈലിക്കാതെ പല കാര്യങ്ങളും പറഞ്ഞു. അതെന്തൊക്കെയാണ് നിനക്കറിയാമല്ലോ റബ്ബേ. അറിഞ്ഞ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ഇവിടെ മഹല്ല് പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാഹ്. എപ്പോഴും സ്നേഹത്തോടെ വിളിക്കുന്ന ഷിയാസ് മുസ്ലിയാർ ഉൾപ്പെടെയുള്ള എപ്പോഴും ഓടി ഓടി സ്നേഹത്തോടെ കൊണ്ടുവരുന്ന മാഷി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള അല്ലാഹുവേ, എല്ലാ അനിമകളെയും സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ കുടുംബങ്ങളിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ശബ്ദം വിളിച്ചവരുടെ സദസ്സിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഇവിടെ ഒരുപാട് നേരം കടക്കുന്ന വാപ്പാമാരെ കൊച്ചുമക്കളെ ചെറുപ്പക്കാരെ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ വന്നപ്പോൾ നല്ല രീതിയിൽ ഭക്ഷണം നൽകിയ അബ്ബാസാജിയേ, ഇവിടെ പറഞ്ഞ അവന്റെ കബറിടത്തിലേക്ക് നിന്റെ കവാബിനെ എത്തിക്കണേ അല്ലാഹ്. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ കണ്ടവനാണ്, കേട്ടവനാണ് റബ്ബേ. പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലിക സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മണിമുത്തേ മദീനയിലാണോ മന്ദാര ചെപിന്നഴകാണോ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. السلام عليكم ورحمة الله وبركاته.